ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് അനാറിക് സോപ്പി. അപ്പോൾ നമ്മളിന്ന് എന്തുവാ ചെയ്യേണ്ടത് ചോദിച്ചിരിക്കുക. നമ്മളിന്ന് വെളിയിലോട്ട് കറങ്ങാൻ പോയാലെന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ മാത്രം സ്വൈര്യം ഇല്ല, അവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കറങ്ങാൻ പോവാം. ഓക്കെ, എൻ്റെ ബ്ലാക്ക് കാറ് തിരിച്ച് കിട്ടി. എനിക്ക് തിരിച്ച് കിട്ടി. അവരെ പൊട്ടിച്ചത് പറഞ്ഞ് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കാറ്. അപ്പം ഞാൻ ഐസിലിങ്ങ് പൊക്കുന്ന രാത്രി. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോർച്യൂണർ എടുത്തോണ്ട് വെള്ളോട്ടൊന്ന് ഇറങ്ങാം. ഇനി നമുക്ക് എന്തുവാ കുറച്ച് നേരം ചില്ലിങ്. ഉള്ളൊളി എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എങ്ങോട്ടേലും പോകും. നിനക്കെന്താ? എങ്ങോട്ടേലും പോകും, ഞങ്ങൾക്ക് ധൈര്യം കിട്ടും. എനിക്കും കിട്ടും നല്ല പോലെ. ഞങ്ങൾക്ക് അതിനെക്കൊള്ളും. പടം ഇവിടുന്ന് പോവാ ഞാൻ. ഓക്കെ, അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട. ജിമ്മിക്ക് എപ്പോഴുള്ള എന്നെ ഇട്ട് ചൊറിയണം. അപ്പോൾ എന്നെ ഇട്ട് ചൊറിയൽ അവൻ്റെ മെയിൻ പരിപാടി അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊന്നും മൈൻഡാക്കരുത്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൈൻഡാക്കും, ഇടയ്ക്കിടയ്ക്ക് മാത്രം. നമുക്ക് ഈ വഴി അങ്ങ് എങ്ങോട്ടേലും ചില്ലിയാൻ പോയിട്ട് അങ്ങ് തിരിച്ചു വരാം. മഴ, ഞാൻ വെള്ളോട്ട് ഇറങ്ങിയ ഉടനെ മഴയാണ്. അപ്പം തന്നെ മഴയാണ്. ഓക്കെ, മഴയായിട്ട് വീട്ടിലോട്ട് പോവാം അല്ലേ? പോവാം. എൻ്റെ പുതിയ കാറ് കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ല. ഓക്കെ, ഇനി നമുക്ക് പോവാം. ഓക്കെ, അപ്പോഴത്തേക്ക് മഴ വരുന്നു. മനുഷ്യന് ചില്ല് ചെയ്യാൻ വെള്ളോട്ട് ഇനി അപ്പം മഴയ്ക്ക് ചില്ല് ചെയ്യുമ്പോൾ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. എന്നാലും എന്താ, നമുക്ക് വീട്ടിലോട്ട് പോവാം. പോലീസ് സ്റ്റേഷൻ. ഇന്ന് കഷ്ടമാണ്. ഇതെപ്പോഴും പോലീസ് കാറിന് മുമ്പിൽ തന്നെ പോയിപ്പെടും. മാറേക്കെ കാറിന് എക്സ്പെൻസീവ് കാറിൻ്റെ മുമ്പിൽ സൈക്കിള് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. നാണമില്ലേ? കയ്യിൽ പൈസ ഉണ്ട്, എന്നാലും കാറ് വാങ്ങിക്കത്തില്ല. പിശുക്ക. ഓക്കെ, ഇനി കയറാം. മുള്ളി എന്താണ് ഇത്ര പെട്ടെന്നങ്ങ് വന്നത്? എനിക്കെന്താ ഇത്ര പെട്ടെന്ന് വന്നൂടെ? എനിക്കിഷ്ടം ആയതുകൊണ്ടാണ്. എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ വരും, ഇഷ്ടമുള്ളപ്പോൾ പോവും. നീ ആരാ? മഴയായതുകൊണ്ടല്ലേ. മഴയില്ല എനിക്ക് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരത്തുള്ളായിരുന്നു. പോടേ. ഓക്കെ, ഇനി എന്താ? ഇനിയാണെങ്കിൽ കുറച്ച് നേരം പോയി കിടക്കണം. എനിക്ക് മഴ ആയതുകൊണ്ട് കറണ്ടും ഇല്ല. ഇനി എങ്ങനെ കിടക്കും? എന്താ നീ എവിടെ പോയേക്കുമായിരുന്നു? ഞാനിന്ന് ചില്ല് ചെയ്യാൻ കാറിൽ പോയേക്കുമായിരുന്നു. എന്നെ എന്തായിരുന്നു വിളിക്കാതെ? ഞാനും കൂടെ വരായിരുന്നില്ലേ? മനുഷ്യരിവിടെ വീട്ടിൽ ഇരുന്ന് കറണ്ടില്ല, ചൂടെടുത്ത് ബോറടിച്ചിരിക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് പോയി ചില്ലി അല്ലേ? അതല്ലടാ, ഞാനാണെങ്കിൽ അത് പിന്നെ ഞാൻ എന്തുവായിരുന്നു? അയ്യോ, ഞാൻ പോട്ടെ. നീ എൻ്റെ അടുത്തൊന്നും പറയട്ടെ, പോടാ ഇവിടെ. എന്നെ വിളിച്ചില്ലല്ലോ, മോശമായിപ്പോയി. വിളിക്കത്തില്ല. ഒരു സ്വൈര്യം കിട്ടാൻ വേണ്ടി വെള്ളോട്ട് ഇറങ്ങി. ഞാൻ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും സ്വൈര്യമില്ല. ഇതെന്തൊരു കഷ്ടമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ? ഇനി കണ്ടുവന്നോ? മഴയൊക്കെ തീർന്നല്ലോ. ഓക്കെ, ഇറങ്ങിപ്പോടാ എൻ്റെ കൺമുമ്പിൽ. എന്താണോ, ഞാൻ നിന്നെ കൂട്ടാതെ അങ്ങ് പോയതല്ലോ. എന്തിനാ ഇത്രയ്ക്ക്? എപ്പോൾ വേണമെങ്കിലും പോവാലോ നമുക്ക്. എന്നാലും മനുഷ്യനോട് ചൂടെടുക്കുമ്പോൾ തന്നെ പോകണമില്ലേട്ടാ നിനക്ക്? എനിക്ക് അപ്പം തന്നെ പോകണം. നിനക്കെന്താ? പോയിക്കോ. നല്ല ചേട്ടനെ എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ നിൻ്റെ ചേട്ടനൊക്കെ തന്നെയാണ്. ചേട്ടനാണേലും നീ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നില്ലല്ലോ. എനിക്ക് മനസ്സില്ലേ വിളിക്കാൻ? മനസ്സ് വേണ്ട. ഞാൻ നിന്നെ അനിയാന്ന് വിളിക്കാൻ പോകുന്നില്ല കേട്ടാ. അല്ലേലും നീ വിളിക്കത്തില്ലെന്ന് അറിയാവാ. ഇതാരാ? എന്താ സാറേ? പോലീസ് സാറ്. എന്താ സാറേ? നീ സ്റ്റേഷനിലോട്ട് വേണോ? എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിലോട്ടൊക്കെ വിളിക്കുന്നത്? എനിക്ക് വയ്യ ഇനി വരാൻ. വന്ന് സ്റ്റേഷനിലെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ചീത്തയും വിളിച്ച് കേട്ട് ഇങ്ങോട്ട് ഒക്കെ വരുമ്പോൾ എനിക്ക് എന്തുവാ ആകെ ഇപ്പോൾ ആണെങ്കിൽ സമാധാനം ഇല്ലാതിരിക്കുമോ സാറേ? ഒന്ന് സാറെങ്കിലും സമാധാനം വിളിക്കാതെ വരാൻ പറഞ്ഞാൽ വന്നോളൂ. നീ
എന്താ ഒന്ന് വന്നാല് ഞാൻ വരത്തില്ല. എന്താ വേണം ആരെയൊക്കെ പോലീസുകാരെ വിളിക്കുന്നത്? വരത്തില്ല എന്ന് പറഞ്ഞാൽ വരത്തില്ല. ഓടാ വരികയ്ക്ക്. വരത്തില്ല എന്ന് പറഞ്ഞാൽ വരത്തില്ല. വരത്തില്ലല്ലേ? വരത്തില്ല. എന്തായാലും കാണിച്ചു തരാം കേട്ടോ. നിന്നെ ഞാൻ വരിപ്പിക്കും. വരിപ്പിച്ചോ. ഞാൻ വരത്തില്ല കേട്ടോ. നിങ്ങൾ എന്തോയാണേലും ചെയ്തോ. ഞാൻ വരത്തില്ല. എനിക്ക് മതിയായി സാറേ. എനിക്ക് മതിയായി സാറേ. ഞാൻ വെക്കുക. എന്തായാലും നമുക്ക് എന്താ പ്രശ്നമെന്ന് പോയി നോക്കാം. ഞാൻ സാറിനോട് ചുമ്മാ നമുക്കൊന്ന് പോയി നോക്കാം. എന്നെ വീണ്ടും പിടിച്ച വല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഞാൻ സാറാണെന്ന് നോക്കത്തില്ല. എണ്ണം പൊട്ടിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും. ഇനി ഞങ്ങൾക്ക് വീണ്ടും പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. നമുക്ക് വേഗം പോട്ടെ. പോലീസ് സ്റ്റേഷൻ അടുത്താ, അതുകൊണ്ട് പെട്ടെന്ന് പോവാം. നടന്നു പോകാൻ കുറച്ച് ദൂരം, പക്ഷേ ബൈക്കിൽ പോകാൻ അടുത്താ. ബൈക്കിലും കാറിലും. ഞാൻ മാത്രം ഇപ്പുറത്ത്, ഞാൻ മാത്രം ഇപ്പുറത്ത് പറ്റത്തില്ല. നമുക്ക് അപ്പുറത്തേക്കും മഴ, ഇതപ്പുറത്തേക്കും മഴ. സാറേ, നീയല്ലേടാ പറഞ്ഞേ വരത്തില്ല, മറ്റേതാ മറിച്ചതാ. നിനക്ക് അത് ഞാൻ ചുമ്മാ എന്താ പ്രശ്നം? അതൊക്കെ നീ ഞങ്ങൾ എത്ര പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ പിടിച്ചിട്ടാലും നിനക്ക് മതിയാവത്തില്ലേടാ? നീയാണ് എപ്പോഴും അങ്ങേക്കും. ഇനി ഇതുപോലെ ചെയ്താ നിന്നെ ജയിലിൽ ഒരു 10 വർഷം ഞാൻ കിടപ്പിക്കും. 2-3 അല്ല, ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞതോ? ഞാൻ ചുമ്മാ ഓക്കെ സാറേ, ഞാൻ പോട്ടെ. പോണ്ട, ഞാൻ പോവും. പോയിക്കോ. ഇനി ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കേ. കേട്ടോടാ? കേട്ടു സാറേ. എന്താണ് സാറേ? ഞാൻ പോട്ടെ സാറേ. മഴ പെയ്തു സാറേ. മിണ്ടായിരുടാ. മിണ്ടായിരുന്നു സാറേ. പോടാ. പോവാണ് സാറേ. എടാ നിനക്കെന്താണോ? എന്താണ് സാറേ? അവിടെ പോടാ, അല്ലെങ്കിൽ ഇപ്പം പിടിച്ച് എഴുതിയിടും ഞാൻ. ഓക്കെ സാറേ. ഇവനെ കൂടി ഞാൻ എന്തോ ചെയ്യണ്ടേ സാറേ? ഞാൻ പോയേ സാറേ. നിന്നെ പോടേ ഒന്ന്. ഇനി നമുക്ക് എന്തുവാ? നമുക്ക് ഇങ്ങോട്ടല്ലേ പോകണ്ടേ? അല്ല, വഴി തെറ്റിയില്ലല്ലോ. വഴി തെറ്റി കാണത്തില്ല. ഓടിക്കലേ. ഓക്കെ, എൻ്റെ ചെറുതായിട്ടൊരു വഴി തെറ്റിയതുപോലെ ഒരു തോന്നലില്ലാണ്ടില്ല. എനിക്കില്ലാണ്ടില്ല. എൻ്റെ ഉള്ളിൻ്റെ പറയുന്നു വഴി തെറ്റിയെന്ന്. എൻ്റെ ഉള്ളിൽ പറയുന്നു വഴി തെറ്റിയില്ലെന്ന്. ഓക്കെ, വഴി തെറ്റിക്കാണത്തില്ല. മാറേ സൈക്കിള്. അതിൻ്റെ സൈക്കിള് എന്താ? അയ്യോ, വഴി തെറ്റി. ശരിക്കും വഴി തെറ്റി. ഓക്കെ, പോവാം ഇനി. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ പോയായിരുന്നു. ഏത് വഴി പോയാലും നമ്മുടെ വീടിൻ്റെ അടുത്തേ എത്തത്തുള്ളൂ. ഓക്കെ. അതെൻ്റെ കാറ്. അതെൻ്റെ കാറെന്താ വലിയ എന്തോ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. പോടെ അവിടുന്ന്. റെഡിൻ്റെ കാറിൽ പറഞ്ഞല്ല, കാരണം പറഞ്ഞാൽ എന്ത് ചെയ്യും പോടെ? അവനാണെങ്കിൽ അവൻ്റെ കാറ് ഒന്ന് പോയി ഇടിച്ച് അവൻ്റെ സ്വർണത്തിൻ്റെ കാറ് പോലെ ഷോ കാണിക്കുന്നിട്ട് ഒരു പൈസ ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്ത കാറ് വലിച്ചതിന് ഞാൻ തോന്നും. എന്തോ മുമ്പിൽ നിന്ന് വേണ്ടേ പടേ അവിടുന്ന്. എല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ തോയത്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി വർക്ക് ചെയ്യട്ടെ. ഓക്കെ, അല്ല അപ്പം നമുക്ക് ആരെയാ? നമുക്ക് സിനാനെ ഒന്ന് വിളിക്കണമല്ലോ. സിനാൻ്റെ നമ്പർ എത്ര? ഓക്കെ. അയ്യോ, തെറ്റിപ്പോയി. ഓക്കെ, ഇതാ സിനാൻ്റെ നമ്പർ. അല്ല സിനാനെ, അവിടെ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. ഇപ്പം കട്ട് ചെയ്തു. കുറച്ച് തിരക്കിലാണ്. ഇത്രേ
ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. വിശക്കുന്നു നല്ല പോലെ. എന്തേലും എടുത്ത് കഴിക്കട്ടെ. ഓക്കെ, നല്ലപോലെ വിശക്കുന്നു. ഒന്ന് കൊണ്ടു കഴിക്കുന്നു. ആ ഭക്ഷണങ്ങളൊക്കെ അവിടെ തന്നെ വീണ്ടും വച്ചേക്കുന്നുണ്ട്. എത്ര കാലമായി ഇവിടെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ ബട്ടറും മണ്ണും ഒക്കെ കഴിക്കാൻ തോന്നിയിട്ട്. കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നത്. അതാരെയും ഇവിടുത്തെ കഴിച്ചാലും ഫ്രിഡ്ജിൽ ഇരുന്നാലും ഒരു ഓറഞ്ച് കിട്ടി അത് കഴിക്കാം. മുമ്പിൽ ഇത് പോടാ എൻ്റെ ഇത്. ഞാൻ നിന്നെ കൂട്ടാതെ എപ്പോഴും പോവാളാ. നിന്നെ കൂട്ടത്തില്ല, പോടാ അവിടുന്ന്. കൂട്ടാതെ പോയാൽ നിന്നെ വണ്ടികൾ ഞാൻ പൊട്ടിക്കും. പൊട്ടിക്കാൻ പാടാ. എൻ്റെ വണ്ടികൾ പൊട്ടിക്കാൻ നിൽക്കുന്നവൻ. ഇതിന് ആരാ വിളിക്കുന്നത്? കുറേ നേരമായല്ലോ. ഇത് പോലീസ് തന്നെയായിരിക്കും. ഇതെന്തുവാ എപ്പോഴും ഇങ്ങനെ ഇറങ്ങിയിറക്കുന്നത്? എന്താ സാറേ? പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ വേഗം. ഇങ്ങോട്ട് വന്നിട്ട് നിന്നെ ഞാൻ തീർക്കും. തീർക്കോ? ഞാനിപ്പോൾ വരാം. ഇപ്പോൾ വന്നിട്ട് ഞാൻ അപ്പം തന്നെ പോവേ. വരട്ടെ. നിന്നെ ഞാൻ വിടാം. ഞാൻ കട്ട് ചെയ്ത് അപ്പോഴാണ് പറയുന്നത്. അല്ല, കട്ട് ചെയ്തിട്ട് എങ്ങനെ ഞാൻ കേട്ടു? അയ്യോ, കട്ട് ചെയ്യില്ല. കട്ട് ചെയ്യട്ടെ. അയ്യോ, കട്ട് ചെയ്ത്. ഓക്കെ. ഈ സാറിന് എന്തോ എപ്പോഴും ഈ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേഗം പോവാം. അപ്പം തന്നെ തിരിച്ചു വരാം. ഓക്കെ സാറേ, ഞാൻ വരുന്നുണ്ടേ. ഇപ്പം പറഞ്ഞാൽ സാറേ കേൾക്കത്തില്ല. നമുക്കെന്തായാലും പോവാം. പോയിട്ട് എന്താണോ വീണ്ടും പ്രശ്നം? എന്താണ് ആർക്കറിയാം? സാറേ ഞാനെത്തി. അകത്തോട്ട് കയറിയോ? ഓക്കെ, വരാം. സാറേ അകത്തോട്ട് കയറിയോ? സാറേ എന്ന് വിളിച്ചോണ്ടിരിക്കാതെ. സാറേ എന്താ? നീ ആണെങ്കിൽ ഇല്ലേ ജയിലിൽ കിടക്കണം കുറച്ച്, ഒരു 2-3 വർഷത്തേക്ക്. എന്തിന്? കിടന്നേ പറ്റു പോലെ. എന്തായാലും കിടക്കാം നമുക്ക്. എന്തായാലും നമ്മൾ രക്ഷപ്പെടല്ലേ ഇന്ന് രാത്രി എല്ലാവരും ഇറങ്ങുമ്പോൾ. CCTV ക്യാമറ ഉണ്ട്. എന്നാലും ആ CCTV ക്യാമറ നമുക്ക് പൊട്ടിക്കാം. ഇവിടെ കയ്യിൽ ബാറ്റൊക്കെ ഉണ്ടല്ലോ, ആ ബാറ്റ് വെച്ചെറിയാം. അപ്പോൾ ക്യാമറ പൊട്ടും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ.